എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് മൈദയും അതുപോലെ പഞ്ചസാര ബട്ടറൊന്നും ചേർക്കാതെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 180 ഗ്രാം ശർക്കരയാണ്. ഇത് ചെറിയ അച്ഛൻ്റെ ശർക്കരയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 100 മില്ലി നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി വന്ന് നന്നായിട്ട് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം, അരിച്ചിട്ട് എടുക്കാം. നമുക്കിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് സൈഡും അതുപോലെ തന്നെ താഴെയും ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 150 ഗ്രാം ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ളോളം മതി. പിന്നെ ഒരു 1/8 ടീസ്പൂൺ ഉപ്പ്, പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇത്രയും പൊടികളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം ഒരു 1/8 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പൊടികളും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മെഷർ ചെയ്യാം. നമ്മളിവിടെ റമ്മിൽ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. റമ്മിലോ വൈനിലോ ഒക്കെ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും മതി. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായി ബീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് ഇരിക്കുന്ന ശർക്കര പാനി 3/4 കപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറിന് പകരം ഓയിലാണ് ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ബീറ്ററൊന്നും വേണമെന്നില്ല, നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താലും മതി. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ ബാറ്റർ വന്നിട്ട് കുറച്ചുകൂടെ ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 കപ്പോളം പൊടി നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ പൊടിയൊന്നും ഇട്ട് കവർ ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. നമ്മളിതിലിപ്പോൾ ഓറഞ്ച് തൊലിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തൊലിയൊക്കെ ചേർക്കാവുന്നതാണ്. നമ്മൾ സോക്ക് ചെയ്യുന്ന നേരത്ത് ഓറഞ്ച് തൊലിയൊക്കെ ചേർത്താണ്. ഇനി ഇത് അടുപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ അവനിലോ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മറ്റൊരു കേക്കിനൊപ്പമാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 30 മിനിറ്റാണ് സെറ്റ് ചെയ്യുന്നത്. 30 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. 30 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു അലുമിനിയം ഫോയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം ഒരുപാടങ്ങ് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് റെഡിയാവും നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീറ്റ് വെച്ചിട്ടുള്ള കേക്ക് കുറച്ചുകൂടെ റെഡിയാകാനുണ്ട്, കുറച്ചൊരു ഒട്ടലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഇത് ബേക്ക് ചെയ്യാണ്. തൊട്ടടുത്തിരുന്ന കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പാത്രം നമ്മൾ നടുഭാഗത്തേക്ക് മാറ്റിയിട്ട് 2 കോയിലും ഓണാക്കിയിട്ടുള്ള ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. വീണ്ടും ഒരു 17 മിനിറ്റ് കൂടെ ഇത് വെക്കുകയാണ്. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സമയം എടുത്തിട്ട് വേണം ഇത് ബേക്ക് ആവാനായിട്ട്. ഈ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ശർക്കര വെച്ചുണ്ടാക്കിയ കേക്കാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്കാണ് അങ്ങനൊരു ഡിഫറൻസ് നമുക്ക് തോന്നിയില്ല. ശർക്കരയുടെ ചുവയൊന്നും വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്. അപ്പോൾ നമ്മളിന്നുണ്ടാക്കിയത് മൈദയും അതുപോലെ തന്നെ പഞ്ചസാരയും ഒന്നും ചേർക്കാത്തൊരു കേക്കാണ്. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് ഒരു പീസ് കഴിക്കാൻ കുഴപ്പമില്ല. ശർക്കര ആയാലും പഞ്ചസാര ആയാലും ഏകദേശം സെയിമാണ്. ശർക്കരയാണെന്ന് കരുതി ഒരുപാട് കഴിക്കരുത്, ജസ്റ്റ് ഒരു പീസൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ എല്ലാവരും ഡയറ്റൊക്കെ നോക്കുന്നവരും അതുപോലെ ഡയബറ്റീസുകാരും ഒക്കെ ഈ രീതിയിൽ കേക്കൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ 2-3 വെറൈറ്റിയിലുള്ള പ്ലം കേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മറക്കാതെ കാണുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്